Hi all, welcome to this another video. നിങ്ങളെല്ലാവരും മുമ്പത്തെ ലാറ്റെക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോർഷനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ലാറ്റെക്കിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏതൊക്കെ സോഫ്റ്റ്വെയർസാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോഗ്രാം എന്ന് പറഞ്ഞത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു മിക്ടെക്കിൻ്റെ ടെക് വർക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൺ ചെയ്യണത്. ഫ്രീ വെർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാറ്റെക്ക് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാറ്റെക്ക് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ, നമ്മൾ വേറെ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ അതാണ് മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനായി അതിന് നമ്മൾ ഗൂഗിളിലേക്ക് പോകുന്നു, സെർച്ച് ചെയ്യാം. മിക്ടെക്സ് ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗെറ്റിംഗ് miktexorg എന്ന സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതായത് പല വെർഷൻസിൽ ഇത് അവൈലബിൾ ആണ്. വിൻഡോസ്, മാക്, ലിനക്സ് അങ്ങനെ എല്ലാ വെർഷൻസിലും ഇത് അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ വിൻഡോസ് ആയതുകൊണ്ട് നമ്മൾ വിൻഡോസിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഏകദേശം 234 MB എടുത്താണ് ഉള്ളത്. ഡൗൺലോഡ് ചെയ്യുക, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നെറ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം വല്ല പാക്കേജസോ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെറ്റ് കണക്ട് ചെയ്ത് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം 236 MB വരെ. അപ്പോൾ മാക്കിലാണെങ്കിൽ കറസ്പോണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട് അതിൻ്റെ, അതേപോലെ തന്നെ ലിനക്സിലുള്ളതുകൊണ്ട്. അപ്പോൾ ഓരോന്നിനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ലിനക്സിൻ്റെ തന്നെ പല ഇത് കൊടുത്തിട്ടുണ്ട്. ഉബുണ്ടു, മിൻറ്റ്, ഡിബിയൻ, അതിൻ്റെ എല്ലാത്തിലും കറസ്പോണ്ടിങ് എന്താ ചെയ്യേണ്ടത്, ഏത് കൂടെ കൊടുക്കേണ്ടത് എല്ലാം കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിൻഡോസിലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. വിൻഡോസിലായതുകൊണ്ട് ഞാൻ ഈ ഇൻസ്റ്റാൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതാണ് ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇത്ര നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണിപ്പോൾ പ്ലേ ബട്ടൺ. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ PDF ഡെവലപ്പ് ആവുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക, സാധാരണ ഇൻസ്റ്റാളേഷൻ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ തുറക്കുമ്പോൾ ഇത് ഇത്ര ഫോൺ സൈസ് ഇത്ര വലുതാവണമെന്നില്ല. സോ യു നീഡ് ടു ചേഞ്ച് ദാറ്റ് ഫോൺ സൈസ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ദ പ്രിഫറൻസസ് എടുക്കുക. പ്രിഫറൻസസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് 16 feet ആണ് കൊടുത്തേക്കുന്ന സൈസ്. നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഫസ്റ്റ് ടൈം നിങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് 12, 8 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഭയങ്കര ചെറുതായിട്ടായിരിക്കും ഫോണ്ട് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇത് ടിക്കറ്റ് ഉണ്ടാവും, ലൈൻ നമ്പർ. കാരണം വല്ല എററോ കാര്യങ്ങളോ വരുമ്പോൾ നമുക്കിവിടെ ലൈൻസ് ഡീറ്റെയിൽസ് നമ്പർ അറിഞ്ഞാൽ മാത്രമാണ് അത് അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്ന ലൈനിലാണ് എറർ വരിക. നമ്മുടെ എറേഴ്സൊക്കെ വരുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇത്രാമത്തെ ലൈൻ മുതൽ എററാണ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ലൈൻ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്കറ്റ് ഉണ്ടാവണം. അതേപോലെ ഇത് കുറച്ച് കൂട്ടി കൊടുക്കുക. എത്ര കൂട്ടി കൊടുക്കുന്നു, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കൂട്ടി കൊടുക്കുക. അതനുസരിച്ച് കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാം. കമാൻഡ്സ് കൊടുക്കുമ്പോൾ /begin ഡോക്യുമെൻറ്റ് ഈ കാര്യങ്ങളൊക്കെ ഗ്രീൻ കളർ, അതുപോലെ /document ക്ലാസ്സിന് ഒരു ബ്ലൂ കളർ. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എത്ര ബ്രാക്കറ്റ് നിങ്ങൾ തുറന്നിട്ടുണ്ടോ അത്ര ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ എത്ര ബിഗിൻ ഉണ്ടോ അത്ര എൻഡും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻലി നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനുള്ള ടെക് വർക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോട്ട് പാഡ് പോലെ തന്നെയാണ്. വേറെ കൂടുതൽ സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് ന്യൂ പേജ് എടുക്കാം, ഓപ്പൺ ചെയ്യാം, സേവ് ചെയ്യാം, അൺഡു, റീഡു, കട്ട്, കോപ്പി, പേസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇവിടെയാണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ആക്ച്വൽ സൈസിൽ നമുക്ക് ഈ പേപ്പറിൻ്റെ ആക്ച്വൽ സൈസ് വിറ്റ് കാണാം. അതേപോലെ ഫിറ്റ് ടു വിഡ്ത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് ഫുള്ളായിട്ട് കാണാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ. പിന്നെ ഹാൻഡും ഉണ്ട്, പിന്നെ ഒരു സൂം ടൂളുണ്ട്. സൂം നമുക്ക് ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ട സോഫ്റ്റ്വെയർ. പക്ഷേ ഇത് കുറച്ചും കൂടി നമുക്ക് ടഫായിട്ട് തോന്നാം. കാരണം നമ്മൾ നോട്ട് പാഡ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മൾക്ക് എല്ലാ കോഡും അറിഞ്ഞാൽ മാത്രമേ ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത്. വേറെ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയുന്നത്. അതിൻ്റെ പേരാണ് TeXStudio. അപ്പോൾ ആ സോഫ്റ്റ്വെയറും ഫ്രീ തന്നെയാണ്. സോ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഗൂഗിളിൽ പോകുന്നു. ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ആദ്യം തന്നെ TeXStudio എന്ന് പറഞ്ഞ സൈറ്റിൽ പോവുക. ഇതാണ് അവരുടെ സൈറ്റ്. ഒരു പർപ്പിൾ കളറാണ് ഈ സൈറ്റ് വരിക. അപ്പോൾ നിങ്ങളോട് തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഡൗൺലോഡ് TeXStudio ഫോർ വിൻഡോസ് ഇൻസ്റ്റാളർ 3 എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ വെർഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ഇതാണ്. ഫസ്റ്റ് യു നീഡ് ടു ഇൻസ്റ്റാൾ ദിസ് സോഫ്റ്റ്വെയർ. മിക്ടെക്കിൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയർ ആദ്യം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ടെക് വർക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം മാത്രമാണ് ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. പിന്നെ അതേപോലെ തന്നെ TeXStudio നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വിൻഡോസിൻ്റെ ഇൻസ്റ്റാളേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലിനക്സിൻ്റെ ഇൻസ്റ്റാളേഷൻ, ഫെഡോറ, ഡിബിയൻ ഇതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് TeXStudio എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണമെന്ന് നോക്കാം. അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം.
അപ്പോൾ TeXStudio ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അത് തുറന്നു വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. നമ്മളിപ്പോൾ ഒരു ന്യൂ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഓപ്പൺ ചെയ്തു. ഞാൻ നേരത്തെ സെയിം ഇത് തന്നെയാണ് ഇവിടേക്ക് കോപ്പി ചെയ്ത് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ /document ക്ലാസ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോഴേക്കും ആ ബാക്കി കാര്യങ്ങളൊക്കെ അവർ കാണിച്ചിരും, ഇതിനകത്തുള്ള കമാൻഡ്സ് കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ഡോക്യുമെൻറ്റ് ക്ലാസ്സോടെ ആദ്യം തന്നെ വന്നിട്ടുണ്ട്. നമ്മളത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. ഇപ്പോൾ എനിക്ക് ബുക്ക് എന്നാണ് കൊടുക്കേണ്ടത് കഴിഞ്ഞാൽ ഞാൻ ബുക്ക് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇനി എന്ത് ചെയ്യണം, എനിക്ക് നേരത്തെ ഇതേപോലെ /begin ഡോക്യുമെൻറ്റ് /begin അപ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചോടെ നിങ്ങൾ നോക്കി കാണാൻ പറ്റും. /end ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിൽ അടിക്കേണ്ടത് അത് കറക്റ്റായി കൊടുക്കുക. ഡോക്യുമെൻ്റ് അടിക്കേണ്ടത്. അപ്പോൾ /begin ഡോക്യുമെൻ്റ് നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി /end ഡോക്യുമെൻ്റ് ഈ സോഫ്റ്റ്വെയർ നമുക്ക് വേണ്ടി ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഹലോ എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഇത് റൺ ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് ഇത് ചിലപ്പോൾ സേവ് ചെയ്യാൻ ചോദിക്കുന്നത്, കാരണം നമ്മൾ സേവ് ചെയ്തിട്ടില്ല, അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഈ ഒരു പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് കമ്പൈലിൻ്റെയാണ്. തൊട്ടിപ്പുറത്ത് 2 പ്ലേ ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ പേരാണ് ബിൽഡ് ആൻഡ് വ്യൂ. അപ്പോൾ ബിൽഡ് ആൻഡ് വ്യൂ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് നേരിട്ട് കാണാൻ പറ്റും. നമ്മൾ ബിൽഡ് ആൻഡ് വ്യൂ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ഔട്ട്പുട്ട് വന്നു. നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഹലോ അരുൺ പേജ് നമ്പർ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വളരെ സിമ്പിളാണ്, കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ഗ്രാഫിക് ഇൻ്റർഫേസ് എന്ത് കുറച്ചുകൂടി കൂടുതലാണ് ഈ ഒരു TeXStudio എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കമാൻഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇവർ തന്നെ കാണിച്ചു തരും. അത് നമുക്ക് സെലക്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. പിന്നെ മാത്സ് ഇക്വേഷൻസ് ഉപയോഗിക്കാൻ ഇവിടെ സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്, അതേപോലെ ഫ്രാക്ഷൻ, ഡിവിഷൻ, ഇതൊക്കെ എളുപ്പമുണ്ട്. വളരെയധികം കമാൻഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ നമുക്ക് ഒരു ടേം ഇപ്പോൾ x² എന്ന് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കുള്ള കമാൻഡ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ xcap2 എന്ന് കൊടുക്കണം. ദെൻ xcap2 കൊടുത്തതിന് ശേഷം ഈ xcap2 വർക്ക് ചെയ്യുന്നത് ശരിക്കും മാക്സ് എൻവയറമെൻറ്റിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു എറർ വന്ന് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ നോക്കി കണ്ടിട്ട് xcap2 ഒരു എറർ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സ് എൻവയറമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം, ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് ഒരു $സൈൻ ഇട്ട് കൊടുത്താൽ മതി. സിമ്പിൾ എളുപ്പത്തിൽ നമുക്ക് മാക്സ് എൻവയറമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് $സൈൻ ഇട്ട് കൊടുക്കുക. ബിൽഡ് ആൻഡ് പഠിച്ചു കഴിഞ്ഞാൽ പ്രോസസ് എക്സിറ്റ് നോർമലി ഇവിടെ x² വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കമാൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കമാൻഡ് നമ്മൾ ഓരോന്നും തപ്പാൻ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞ ടേം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും കണ്ടോ. ഈ സിമ്പിൾസിൻ്റെ ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിമ്പിൾ യൂസ് ചെയ്യണം ഏതെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൽഫ, തീറ്റ, ഗാമ, അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ എവിടെയാണോ ഉള്ളത് നമുക്ക് വേർഡ്സ് ആവശ്യമുള്ളത് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൽഫ വേണം, അല്ലെങ്കിൽ ബീറ്റ വേണം, പൈ വേണം. അപ്പോൾ നമുക്ക് പൈ വേണമെന്നുണ്ടെങ്കിൽ ഈ പൈയുടെ സിമ്പിളോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈയുടെ കറസ്പോണ്ടിങ് കോഡോടെ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, എറർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, കാരണം ഇത് മാക്സ് എൻവയറമെൻറ്റ് വർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ മാക്സ് എൻവയറമെൻറ്റ് യൂസ് ചെയ്യാൻ നമുക്ക് $സൈൻ അപ്പുറം യൂസ് ചെയ്യണം. സോ നമ്മൾ Shift+4 പ്രസ് ചെയ്താൽ നമുക്ക് $, കിട്ടും. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, പ്ലേ ചെയ്യുന്നു. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കണ്ട x² പൈ എന്ന് പറഞ്ഞ ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, പൈ ഇവിടെ അടിയിലല്ല വന്നേക്കുന്നത്. കാരണം നമ്മളിവിടെ അടിയിലാണ് എഴുതിയേക്കണത്, ന്യൂ ലൈനാണ് എഴുതിയേക്കണത്. പക്ഷേ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ന്യൂ ലൈൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈൻ സ്പേസ് വിടണം ഇവിടെ, എങ്കിൽ മാത്രമേ അത് ന്യൂ ലൈനിൽ വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എൻ്റർ അടിച്ചു. നെക്സ്റ്റ് വീണ്ടും പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഇവിടെ പൈ നമുക്ക് അടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ 2 സോഫ്റ്റ്വെയർസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം ഇതാണ്. നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ട സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മിക്ടെക്കിൻ്റെ TeXWork എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ്. ഇതാണ് നമ്മുടെ മെയിൻ സോഫ്റ്റ്വെയർ. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മറ്റേ സോഫ്റ്റ്വെയർ റൺ ചെയ്യുള്ളൂ. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമാണ് മറ്റേത് വർക്ക് ചെയ്യുള്ളൂ. അതായത് TeXStudio വർക്ക് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഇൻസ്റ്റാൾ ദിസ് സോഫ്റ്റ്വെയർ, അതർവൈസ് ദിസ് വിൽ നോട്ട് വർക്ക്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതാണ്, അതായത് ഈ TeXWork എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും 234 MB മാത്രമാണ് സൈസ് ഉള്ളത്. പാക്കേജുകൾ വളരെ കുറവായിരിക്കും, 155 MB മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നെറ്റ് കണക്ട് ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ചില പാക്കേജസ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫുൾ പാക്കേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് കൊടുക്കാം. അതിനകത്ത് ഏകദേശം ഒരു 1.5 GB ഡാറ്റ ഉണ്ടാവും. അതായത് അത്രയും ഇഷ്ടംപോലെ പാക്കേജസ് അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത് വൺസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നെറ്റിൽ നിന്നൊന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം അതിനകത്ത് ഫുൾ പാക്കേജ് ഉണ്ട്.
ഏകദേശം 1.5 GB 1.7 GB അടുത്താണ് അതിൻ്റെ സൈസ് വരുന്നുണ്ടാവുക. അപ്പോൾ ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണുന്നുണ്ടാവുക. അതായത് ഒരു ഫോൾഡർ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് മിക്ടെക് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറേ ഫയൽസ് ഉണ്ടാവും. ഏകദേശം ഒരു 2000 സംതിങ് ഫയൽസ് എങ്ങാനുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ പറഞ്ഞത് മാക്സിമം സൈസ് വന്നത് 1.5 1.6 GB അടുത്താണ് വരിക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നിങ്ങൾ ഇവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഈ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ സിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യും. സിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ആ ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ പോവാണ്, കാരണം ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് ഈ ഫയൽ. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അൺസിപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടുള്ളത്. അതാണ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത് നിങ്ങൾ. കാരണം ഇതൊക്കെ അതിൻ്റെ പാക്കേജുകളാണ്. ഈ സോഫ്റ്റ്വെയർ റണ്ണിയുള്ള ഡിഫറെൻറ്റ് പാക്കേജ് ഇതിനകത്ത് ഏകദേശം 2000 പാക്കേജുകളുടെ അടുത്തുണ്ട്. അതിൽ കൂടുതലുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും. ആ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെമോ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ മിക്ടെക് എന്ന് പറഞ്ഞ ഫോൾഡർ. അപ്പോൾ നമ്മളിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണമെങ്കിൽ കണ്ടോ, ഇതിനകത്ത് 2500ഓളം ഫയൽസ് ഉണ്ട്. ഏകദേശം 2500ഓളം ഫയൽസ് അവൈലബിൾ ആണ് ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ 1.52 GB അടുത്താണ് എൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോൾഡറാണ് വരുന്നുണ്ടാവുക നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾക്ക് സെറ്റപ്പ് എന്ന് പറഞ്ഞ ഒരു ഒരു ഫയലാണ് കണ്ടുപിടിക്കുന്നത് ഇതിനകത്ത് നിന്ന്. നമുക്കോട്ട് നോക്കി കഴിഞ്ഞാൽ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഫയലിനകത്ത് ഉണ്ടാവും. ഒരു ആപ്ലിക്കേഷൻ ഫയലായിരിക്കും. പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാണ് സെറ്റപ്പ് ഫയൽ. 2.9 വെർഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫയലാണ്. 7 MB ആണ് സൈസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ എൻ്റെ ഫയലിൽ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ് അടിക്കുക. കുറച്ച് സമയം പിടിക്കും ഇൻസ്റ്റാൾ ചെയ്യുക, ഏകദേശം ഒരു അരമണിക്കൂർ അങ്ങനെ പിടിക്കും, കാരണം ഇത്രയ്ക്കധികം ഫയൽസ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഇതൊരു 32 ബിറ്റാണ് ഞാൻ ഉപയോഗിക്കുക. 32 ബിറ്റ് സോഫ്റ്റ്വെയർ ആണ് ഈ വെർഷൻ എൻ്റെ ഉപയോഗിക്കുന്നത്. പക്ഷേ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഉപയോഗിക്കേണ്ട 2 സോഫ്റ്റ്വെയർസ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ടെക്വർക്കാണ്, മിക്ടെക്കിൻ്റെ ടെക്വർക്കാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് TeXStudio ആണ്. TeXStudio കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം നല്ല യൂസർ ഫ്രണ്ട്ലിയാണ്, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരും. അതാണ് മെയിൻ ഒരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് 2 തരം ലാറ്റെക്കിൻ്റെ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഭാവിയിൽ ഇനി ഇതിൻ്റെ കണക്റ്റഡ് വീഡിയോസ് വരുന്നതായിരിക്കും, ഈ പ്ലേലിസ്റ്റിൽ തന്നെ വരുന്നതായിരിക്കും. സോ അപ്പോൾ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഈ ഒരു വീഡിയോസ് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.